നൂറ്റാണ്ടുകളായി മതസൗഹാർദ്ദത്തിന് പേരുകേട്ട നാടാണ് കേരളം. എന്നാൽ സമീപകാലത്ത് കേരളത്തിന്റെ സാമൂഹിക അന്തരീക്ഷത്തിൽ വലിയ സംവാദങ്ങൾക്കും ആശങ്കകൾക്കും വഴിവെച്ച ഒന്നാണ് നിർബന്ധിത മതപരിവർത്തനത്തെക്കുറിച്ചുള്ള ആരോപണങ്ങൾ. ഈ ആരോപണങ്ങളുടെ കേന്ദ്രബിന്ദുവായി പലപ്പോഴും ഉയർന്നുവരുന്ന ഒരു വിവാദ പദമാണ് ലവ് ജിഹാദ്. എന്താണ് ലവ് ജിഹാദ്? ലവ് ജിഹാദ് എന്നത് ഒരു ഔദ്യോഗിക പദമല്ല, മറിച്ച് ഒരു വിവാദപരമായ ആരോപണത്തെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാക്കു മാത്രമാണത്. ഈ ആരോപണം ഉന്നയിക്കുന്നവരുടെ വാദപ്രകാരം ഇതൊരു സംഘടിത പ്രവർത്തനമാണ്. അമുസ്ലിം യുവതികളെ, പ്രത്യേകിച്ച് ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽപ്പെട്ടവരെ പ്രണയം നടിച്ചു വശീകരിച്ച് വിവാഹം കഴിക്കുകയും പിന്നീട് നിർബന്ധപൂർവം ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം ചെയ്യിക്കുന്നു. ഇതൊരിക്കലും വ്യക്തിപരമായ പ്രണയബന്ധങ്ങളല്ലെന്നും മറിച്ച് ഇതിനു പിന്നിൽ കൃത്യമായ ആസൂത്രണവും സാമ്പത്തിക പിന്തുണയും തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകളുടെ പങ്കുമുണ്ടെന്ന് ആരോപിക്കപ്പെടുന്നു. കേരളത്തിലെ ജനസംഖ്യാനുപാതം മാറ്റിമറിക്കുക, യുവതികളെ ലൈംഗികമായി ചൂഷണം ചെയ്യുക, തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് റിക്രൂട്ട് ചെയ്യുക തുടങ്ങിയ ഗൂഢലക്ഷ്യങ്ങൾ ഇതിനു പിന്നിലുണ്ടെന്നും ആരോപണമുണ്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 25 പ്രകാരം ഓരോ പൗരനും ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനും ആചരിക്കാനും പ്രചരിപ്പിക്കാനും സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ നിർബന്ധിച്ചോ ഭീഷണിപ്പെടുത്തിയോ വഞ്ചിച്ചോ പ്രലോഭിപ്പിച്ചോ ഒരാളെ മതം മാറ്റുന്നത് നിയമവിരുദ്ധമാണ്. 2007-2009 കാലഘട്ടത്തിൽ കേരളത്തിലും കർണാടകയിലും നിർബന്ധിത മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട് പെൺകുട്ടികളെ കാണാതാവുകയും മരണപ്പെടുകയും ചെയ്ത സംഭവങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഹിന്ദു ക്രിസ്ത്യൻ സംഘടനകളും മാധ്യമങ്ങളും ചേർന്ന് പ്രചാരത്തിലായ വാക്കാണ് ലവ് ജിഹാദ്. ഹാദിയ കേസ് പോലുള്ള ചില ഒറ്റപ്പെട്ട കേസുകളിൽ മതമാറ്റവുമായി ബന്ധപ്പെട്ട് അന്വേഷണങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും കേരളത്തിൽ ലവ് ജിഹാദ് എന്ന പേരിൽ സംഘടിതമായൊരു പ്രസ്ഥാനം പ്രവർത്തിക്കുന്നതായി കണ്ടെത്താനായിട്ടില്ലെന്നാണ് കോടതികളും ദേശീയ അന്വേഷണ ഏജൻസിയും വ്യക്തമാക്കിയത്. അതേസമയം പ്രണയത്തിന്റെ പേരിൽ നടക്കുന്ന ചൂഷണങ്ങളെയും ഒറ്റപ്പെട്ട തീവ്രവാദ റിക്രൂട്ട്മെന്റ് ശ്രമങ്ങളെയും കോടതികൾ ഗൗരവമായി കാണുകയും ചെയ്തിട്ടുണ്ട്. ലവ് ജിഹാദിനെ പോലെ സമാനമായ സംഘടനകൾ ഇല്ല എന്ന് തീർച്ചപ്പെടുത്താനും സാധിക്കില്ല. ഇങ്ങനെയുള്ള സംഘടനകൾ ഉണ്ടെങ്കിൽ തന്നെ ഇന്ത്യൻ മുസ്ലിം വിഭാഗങ്ങൾ എന്തിനാണ് വ്യാകുലപ്പെടുന്നത്? തീവ്രവാദത്തിന് സമാനമായ ഒന്നല്ലേ അത്? പക്ഷേ ഈ വിഷയത്തിൽ ഇരയായ സ്ത്രീകളെ ഭൂരിപക്ഷം ആളുകളും കുറ്റപ്പെടുത്തുന്നത് കാണാം. പ്രണയമാണ് ഈ വിഷയത്തിലെ ആദ്യത്തെ കീ. പ്രണയത്തിന്റെ ഹാങ് ഓവറിൽ ചുറ്റും ഒന്നും കാണാൻ കഴിയില്ല. കേരളത്തിൽ നടക്കുന്ന എല്ലാ മിശ്ര വിവാഹങ്ങളും ലവ് ജിഹാദ് ആണെന്ന് പറയാനാകില്ല. കേരളത്തിൽ പ്രതിവർഷം ആയിരക്കണക്കിന് മിശ്ര വിവാഹങ്ങൾ നടക്കുന്നുണ്ട്. അവയിൽ ബഹുഭൂരിപക്ഷവും വ്യക്തിപരമായ ഇഷ്ടപ്രകാരം നടക്കുന്നവയാണ്. കോതമംഗലത്തോ TTC വിദ്യാർത്ഥിനി സോന ഏൽദോസ് വീടിനുള്ളിൽ തൂങ്ങി മരിച്ചു. ആൺ സുഹൃത്തായ റമീസ് വിവാഹം കഴിക്കാനായി മതം മാറാൻ നിർബന്ധിച്ചെന്നും വിസമ്മതിച്ചപ്പോൾ വീട്ടിലെത്തിച്ച് ക്രൂരമായി മർദ്ദിച്ചെന്നുമാണ് സോനയുടെ ആത്മഹത്യാക്കുറിപ്പിലുള്ളത്. സോനയും പറവൂർ പാനായിക്കുളത്തിലെ റമീസും തമ്മിൽ ആലുവ UC കോളേജിൽ പഠിച്ചിരുന്ന കാലം മുതൽ പ്രണയത്തിലായിരുന്നു. വിവാഹം കഴിക്കണമെങ്കിൽ മതം മാറണമെന്ന് റമീസും കുടുംബവും നിർബന്ധിച്ചതായാണ് ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നത്. റമീസിനെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റവും സോനയെ ശാരീരികമായി ഉപദ്രവിച്ചതിനുള്ള വകുപ്പുകളും മാത്രം ചുമത്തിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഇത് ലവ് ജിഹാദാണോ? നിങ്ങൾ തന്നെ പറയണം. ഇന്റർകാസ്റ്റഡ് മാരേജ് എന്ന് പറയുന്നത് അവരവരുടെ സ്വന്തം മതത്തിൽ തന്നെ വിശ്വസിച്ച് അന്യോന്യം മനസ്സിലാക്കി സ്വന്തമായി നിലപാടെടുത്ത് ജീവിക്കുന്നവരുടെയാണ്. വ്യക്തിപരമായ തിരഞ്ഞെടുപ്പുകളെയും യഥാർത്ഥ പ്രണയബന്ധങ്ങളെയും സംശയത്തോടെ കാണുന്ന ഒരു സാമൂഹിക സാഹചര്യം ജനാധിപത്യ സമൂഹത്തിന് ഭൂഷണമല്ല. അതേസമയം പ്രണയത്തിന്റെ പേരിൽ നടക്കുന്ന ഏതുതരം ചൂഷണങ്ങളെയും നിർബന്ധിത മതപരിവർത്തന ശ്രമങ്ങളെയും നിയമപരമായി തന്നെ നേരിടേണ്ടതുണ്ട്. ഒരു സംഘടിത ലവ് ജിഹാദ് എന്ന ആരോപണം ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിലും ഈ വിവാദം സമൂഹത്തിലുണ്ടാക്കിയ മുറിവുകൾ ചെറുതല്ല. സമുദായങ്ങൾക്കിടയിൽ സൗഹാർദ്ദം നിലനിർത്തുന്നതിനും വ്യക്തികളുടെ ഭരണഘടനാപരമായ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും വ്യാജ പ്രചാരണങ്ങളെ തിരിച്ചറിയുന്നതിനും കേരളീയ സമൂഹം ജാഗ്രത പുലർത്തേണ്ടതുണ്ട്.